അങ്ങനെ രാത്രിയത്തെ വാക്കിംഗ് സ്ട്രീറ്റിലെ കറക്കമൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് വന്ന് കിടന്നുറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് രാവിലെ തന്നെ പിള്ളേർക്ക് പൂളിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. സംഭവം എണീറ്റത് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ പോകണ്ട, വൈകുന്നേരം പൂളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടിട്ടില്ല. എന്തായാലും ഒരു 5 മിനിറ്റ് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇന്ന് മൊത്തം ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തേക്ക് പിള്ളേരെ മാത്രം ഒന്ന് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയിട്ടില്ല, കാരണം അത്ര പോലും ടൈം ഉണ്ടായിരുന്നില്ല. അവരുടെ ഒരു സന്തോഷത്തിന് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി കുറച്ച് നേരം കളിച്ചു. നമ്മളാരും ഇറങ്ങാത്തതുകൊണ്ട് തന്നെ യാപ്പൂന് ഇറങ്ങാനും പറ്റിയിട്ടുണ്ടായിട്ടില്ല, ബിക്കോസ് അവളെക്കാട്ടിലും നല്ല ഡീപ്പായിട്ടുള്ള ഒരു പൂളായിരുന്നു. അങ്ങനെ പൂളത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഒരു വിധത്തിലാണ് പിടിച്ച് കയറ്റിയിട്ടുള്ളത്. ഇനിയിപ്പം ഡ്രസ്സ് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തന്നെ എന്തായാലും നല്ല ടൈം എടുക്കും. അപ്പോൾ വേഗം പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ലിഫ്റ്റിലേക്ക് കയറുമ്പോഴത്തേക്ക് ലിഫ്റ്റ് ക്ലോസ് ആയി. ശ്രീശാന്തും യാപ്പും താഴത്തേക്ക് പോയി. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വേറൊരു ലിഫ്റ്റ് എടുത്തിട്ട് വരികയാണ്. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട നമ്മളുടെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനിങ്ങനെ ഇൻസ്ട്രക്റ്റ് ചെയ്യാണ്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ആ ഫുഡുണ്ട്, എല്ലാം ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർ കഴിച്ച് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. പെട്ടെന്ന് അമ്മ മിസ്സിങ് ആയതുകൊണ്ട് ഞാൻ വന്ന് നോക്കുമ്പം അമ്മ ഈ ടോസ്റ്ററുമായിട്ട് യുദ്ധം ചെയ്യാണ്. ബ്രെഡ് ഇട്ടപ്പോഴത്തേക്കും ബ്രെഡ് ഉള്ളിലേക്ക് പോയതിൻ്റെ ടെൻഷനിലായിരുന്നു അമ്മ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് തരം ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട്. ഗുവാവ, ഗ്രേപ്സ്, ഓറഞ്ച്, പിന്നെ നോർമൽ മിൽക്ക്, ഹോട്ട് മിൽക്ക് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ബ്രെഡ്, പിന്നെ സീരിയൽസ്. യാപ്പൂനൊക്കെ പൊതുവേ അതാണ് വീട്ടിൽ നിന്നും ഇഷ്ടം, പോയിടത്തിലും അത് തന്നെയാണ് കഴിക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്രഞ്ചസ് പോലത്തെ ഈ എന്താ പറയുക, നമ്മളുടെ ഈ ചോക്കോസൊക്കെ പോലത്തെ സംഭവങ്ങളുണ്ടായിരുന്നു. ഒരുപാട് വ്യത്യസ്ത വെറൈറ്റിയിലുള്ള ജാം ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് ബ്ലൂബെറി ജാമാണ്. പിന്നെ വീറ്റ് ബ്രെഡ് ഉണ്ടായിരുന്നു, നോർമൽ ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ ഇതേപോലെ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഇതാണ് ഇഷ്ടമായത്. ഒരു ഗ്രീൻ കളറിലും പിന്നെ വേറൊരു ചീസി സ്റ്റഫിങ് ഉള്ള ഒരു സാൻഡ്വിച്ചും ഉണ്ടായിരുന്നു. ക്രോസൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് രസമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. ജാമൊക്കെ പ്രത്യേകം, ബ്ലൂബെറിയൊക്കെ നല്ല ഒരു എന്താ പറയുക, ഒരു അടിപൊളി ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ രാവിലെ ഇവർക്ക് റൈസ് ഐറ്റംസ് കൂടുതലുണ്ടാവും. അതായത് വൈറ്റ് റൈസ് ആയിട്ടും പിന്നെ ഈ ചിക്കൻ കറി ആയിട്ടും ഒക്കെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഇവർക്ക് രാവിലെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ, അത് ചുമ്മാ അങ്ങനെ ജസ്റ്റ് ടോസ്റ്റ് ചെയ്ത പോലത്തെ ഒരു ചിക്കൻ ഉണ്ടാവും. പിന്നെ വെജീസ് ഉണ്ടാവും. ഇത് ഫിഷാണ്, എന്തൊക്കെയോ ലെമണും ചില്ലിയൊക്കെ ഇട്ടില്ല, നല്ല ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് റോ ആയിട്ട് പോലെ, ഒരുപാട് മസാലയൊന്നും ഇല്ലാണ്ട് കുറച്ച് സ്പൈസസ് മാത്രം ഇട്ടിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ മക്രോണി വിത്ത് ചീസ്, മഷ്റൂം ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ പൊട്ടറ്റോ ഉണ്ടായിരുന്നു. പിന്നെ ഇത് സോസേജ്. എനിക്ക് എന്തോ അവിടുത്തെ സോസേജിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വെറൈറ്റി ഫുഡൊന്നും എനിക്കങ്ങനെ ഇഷ്ടമാവില്ല. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഫുഡ് മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഏത് രാജ്യത്തിൻ്റെ ആണെങ്കിൽ കൂടി എനിക്ക് പെർട്ടിക്കുലർ ഫുഡ് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. എനിക്ക് പുതിയ ഫുഡൊന്നും ട്രൈ ചെയ്യുന്നൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല. അവിടെ പോയപ്പോഴത്തേക്കും നമുക്ക് പൂരിയും ചെറുപയറിൻ്റെ കറിയൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അധികം റെസ്റ്റോറൻറ്റ്സിലും ഇന്ത്യൻ ഫുഡ്സൊന്നും ഉണ്ടാവില്ല. ഇന്ത്യൻ പോയിട്ട് വേറെ ഒരു തരത്തിലുള്ള ഫുഡും കിട്ടാറില്ല, അവരുടെ മെനുവിൽ പോലും ഇല്ല. എന്നിട്ട് അവരിതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാലഡിൻ്റെ വെറൈറ്റി പറയേണ്ട ആവശ്യമില്ല. ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും സാലഡ് ഡ്രസ്സിങ് ആണെങ്കിൽ അതിലേറെ ഉണ്ടായിരുന്നു. കുറച്ച് സംഭവങ്ങളെ എടുത്തിട്ടുള്ളൂ. സ്റ്റിർ ഫ്രൈഡ് പൊട്ടാറ്റോസ്, പിന്നെ മഷ്റൂം മക്രോണി സംഭവം വലിയ വികാരമൊന്നുമില്ല. പിന്നെ ഇത് ഫിഷാണ്. പിന്നെ 2 തരം സാൻഡ്വിച്ച്. പിന്നെ ഈ ബ്ലൂബെറി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യണമായിരുന്നു. പിന്നെ ഇതെന്താണ്, വേറെ എന്തോ ഒരു ജാമാണ്. ഇതെങ്ങനെയുണ്ട് നോക്കാമെന്ന് വെച്ചു. ബ്ലൂബെറീൻ്റെ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഭയങ്കര റിച്ച് ബ്ലൂബെറീൻ്റെ ടേസ്റ്റ്. എനിക്ക് പൊതുവേ ഒരുപാട് വെറൈറ്റി ഫുഡൊന്നും ട്രൈ ചെയ്യുന്ന ഇഷ്ടമല്ല. ഞാൻ ആരെങ്കിലും ഓർഡർ ചെയ്തിട്ട് അവർ അടിപൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് കഴിച്ചു നോക്കും. എന്നാലും എനിക്ക് ചിലപ്പോഴൊന്നും ഇഷ്ടമാവുന്നില്ല. ഇപ്പോൾ ശ്രീശാന്താണെങ്കിലും നമ്മൾ പല റെസ്റ്റോറൻറ്റ്സും ട്രൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ
ആൾ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ എടുത്തൊന്ന് കഴിച്ച് നോക്കും. എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ പിന്നെ മുഴുവനായിട്ട് കഴിക്കും, വേണേൽ 2 പ്ലേറ്റ് ഓർഡർ ചെയ്യും. പക്ഷേ എനിക്ക് ഓക്കെ അല്ലെങ്കിൽ ഞാനൊരു പീസ് പോലും എക്സ്ട്രാ എടുക്കില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഇപ്പം ഞാനിപ്പം ആ പൊട്ടറ്റോ ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് പിന്നെ നോർമലി പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ സാലഡ് ഡ്രസ്സിങ്സ് ഒക്കെ എനിക്ക് എടുക്കാൻ പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ശ്രീശാന്തിൻ്റെ പ്ലേറ്റിൽ നിന്ന് കുറച്ച് എടുക്കാൻ. ഈ സാലഡ് എന്ന് പറഞ്ഞിട്ട് അതിനകത്തില്ലാത്ത ക്രീമും സോസും ഇല്ല. ഇത് എവിടത്തെ ഹെൽത്തി ആണോ? സാലഡ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് ഉണ്ടായാലും അത് ഹെൽത്തി ആവില്ല. ലുക്ക് അറ്റ് ദാറ്റ് ഗൈസ്. നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കൂ കുട്ടി. നല്ല ഫിഷിൻ്റെ അടിപൊളിയാണ് കേട്ടോ ഉള്ളത്. എനിക്ക് അത്ര ഇഷ്ടമായില്ല. പ്രത്യേകിച്ച് വിചാരമൊന്നുമില്ല. നല്ല സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ടേസ്റ്റ് ആക്കി എടുക്കണം എന്നേ ഉള്ളൂ. നമ്മൾ ഇന്നലെ കഴിച്ചതിനെ സംബന്ധിച്ച് നല്ല ഫുഡാണ്. നമ്മളൊരു 2 ബുൾസയും ഒരു ഓംലെറ്റോ പറഞ്ഞിട്ടുള്ളത്. ഓംലെറ്റ് ആക്ച്വലി അച്ഛന് പറഞ്ഞതാണ്, പക്ഷെ അത് അവർ ബൈ മിസ്റ്റേക്ക് ഇവിടെ സെർവ് ചെയ്തത്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് നന്നായിട്ട് ഫില്ലിങ് ആക്കിയിട്ട് കഴിച്ചിട്ടുണ്ട്. എൻ്റെ മദറിനൊക്കെ അതാ പറഞ്ഞത്, കുറച്ച് സമയവും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇരുന്ന് കഴിക്കാമായിരുന്നു. സാധാരണ വീട്ടിൽ നിന്നാണെങ്കിൽ കുറച്ചല്ലേ കഴിക്കാറുള്ളൂ. ഇവിടെ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് ശരിക്കും ആ ഒരു വൈബിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇരുന്ന് കഴിക്കായിരുന്നു എല്ലാവരും. അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കഴിക്കാമായിരുന്നതില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സമയമില്ല, ടൈമിന് ആൾ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു കുറേ നേരം നമ്മളെ കാറ് വന്നിട്ട്. അപ്പോൾ ഇവരെല്ലാവരും കഴിച്ചുകൊണ്ടേയിരിക്കുക, അൺലിമിറ്റഡ് കഴിക്കലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ ചേട്ടനെ കൊണ്ട് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആൾക്ക് യൂട്യൂബൊക്കെ ഉണ്ട്, അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് പാട്ടൊക്കെ വെക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നടന്നിട്ടുള്ള വാക്കിംഗ് സ്ട്രീറ്റാണ് ഇതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, രാത്രി ആവുമ്പം അവർ ആ ഒരു വേ അങ്ങ് ക്ലോസ് ചെയ്ത് കളയും. അപ്പം വാഹനങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, നടക്കാനേ പറ്റുള്ളൂ. രാവിലെ ആകുമ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് 4 മണിക്ക് ശേഷം ഇതേപോലെ കാറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. അതാണ് ആ ഒരു വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ പ്രത്യേകത. ഇപ്പോൾ രാത്രി ഫുൾ ഓഫായിരിക്കും, അല്ല രാവിലെ ഫുൾ ഓഫായിരിക്കും. രാത്രി മൊത്തം ഓൺ ആൻഡ് വൈബായിട്ടുള്ളൊരു സ്പേസാണ്. തായ്ലാൻഡിൽ വന്നാൽ ഈ സ്ട്രീറ്റ് മിസ് ചെയ്യണ്ട എന്തായാലും. നമ്മളെ നാട്ടിലൊന്നും കണ്ട് പരിചയമുള്ള പോലത്തെ ഒരു സംഭവമല്ല, തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആരും ഇത് മിസ് ചെയ്യണ്ട. ഇന്നലെ രാത്രി നമ്മൾ നടന്ന് ഈ ഒരു പട്ടായ സിറ്റിയുടെ ബോർഡിൻ്റെ അവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു. സോ സെയിം സ്പോട്ടിൽ തന്നെയാണ് വീണ്ടും എത്തിയിട്ടുള്ളത്. അവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ സ്പീഡ് ബോട്ടിൽ പോകേണ്ടത്. നല്ല വെയിലായതുകൊണ്ട് ക്യാപ്പൊക്കെ വാങ്ങിക്കുകയാണ് എല്ലാവരും. ഹാറ്റും ക്യാപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ ബോട്ടിലേക്ക് കയറ്റുന്നുള്ളൂ. നാട്ടിൽ നമ്മളൊരു ഏജൻസി ത്രൂ ആണ് ബുക്ക് ചെയ്തെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു ഏജൻസി ആയിട്ടാണ് ടൈ അപ്പ് വരുന്നത്. അതൊക്കെ നാട്ടിൽ നിന്ന് അവർ ചെയ്തു തരുന്നതാണെങ്കിൽ കൂടി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ലോക്കൽ ഗൈഡും ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അവരെ നമ്മൾ ഇന്നലെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ലോക്കൽ ഗൈഡ് വന്നിട്ട് നമുക്ക് ടൈമും ഏതാണ് ട്രാവൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വണ്ടി എത്ര മണിക്കാണ് വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യമേ അപ്ഡേറ്റ് ചെയ്യും. എല്ലാ ദിവസവും രാവിലെ ആകുമ്പം അവരുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. ഇന്നത്തെ നമ്മളുടെ ഷെഡ്യൂൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആൻഡ് കൺട്രോൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വിധത്തിലുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല.
കോറൽ ഐലൻഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ്, ആർക്ക് വേണമെങ്കിലും പോകാൻ പറ്റും. ഭയങ്കര ഭംഗിയുള്ളൊരു ഐലൻഡ് കൂടിയാണ്. അപ്പം നമുക്കത് സ്പീഡ് ബോട്ടിൽ പോയാൽ മാത്രമേ അവിടെ എത്താൻ പറ്റത്തുള്ളൂ. നമുക്ക് അത്യാവശ്യം എല്ലാ രീതിയിലും എൻജോയ് ചെയ്യാം. വാട്ടർ സ്പോർട്ടിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ സ്നോർക്കലിംഗ്, പാരാഗ്ലൈഡിങ്, പിന്നെ ജെറ്റ് സ്കീ, ബനാന റൈഡ്, അങ്ങനത്തെ ഒക്കെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കോറൽ ഐലൻഡ് മിസ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മളിപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഒരു ബോട്ടിലേക്ക് കയറുകയാണ്. അപ്പം എല്ലാം സേഫ് ആൻഡ് സെക്യൂർഡാണ്, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഇവിടുന്ന് നമ്മളിനി പാരാസെയിലിംഗ് ചെയ്യുന്നിടത്തേക്ക് കൊണ്ടുപോകും. അവിടുന്ന് പാരാസെയിലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും. സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിന് പറ്റിയിട്ടുള്ള വേറൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അവിടെയും കൊണ്ടുപോയതിന് ശേഷമാണ് നമ്മൾ കോറൽ ഐലൻഡിലേക്ക് ലാൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇതേപോലത്തെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഓരോ ഡെസ്റ്റിനേഷനിൽ അവർ സ്റ്റോപ്പ് ചെയ്ത് തരും. ഇതേപോലെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ യാപ്പോൻ്റെ അടുത്ത് ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലെ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഈ പാരാസൈലിംഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ ചെയ്യുന്ന എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല, എന്തായാലും ഞാനൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിവേസ് അവിടെ എത്തിയിട്ട് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു, നീ പോന്നോന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെയായിരുന്നു അവളുടെ ഈ ഒരു പോക്ക്. ആദ്യമൊന്ന് ആ ഒരു ലൈഫ് ജാക്കറ്റൊക്കെ ഇടുമ്പോൾ ഒക്കെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും പിന്നീട് അവൾക്ക് ടെൻഷൻ അടിക്കാനുള്ള ടൈം കിട്ടിയില്ല, എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു. ആദ്യം നമ്മൾ വിചാരിച്ചു അവൾ ഒറ്റയ്ക്കാണ് പോകുന്നത് എന്ന്. എനിക്കറിയാമായിരുന്നു ഗൈഡ് ഉണ്ടാവുമെന്ന്, ബട്ട് ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പം പെട്ടെന്ന് ആ ചേട്ടൻ ചാടി കയറുകയാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത്. പെട്ടെന്ന് ചാടി കയറിയിട്ടൊക്കെയാണ് ആൾ പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു പാരാസെയിലിങ്ങിന് 800 തായ് ബാത്താണ് വരുന്നത്. അതായത് ഓൾമോസ്റ്റ് നാട്ടിലെ 2000 റുപ്പീസിൻ്റെ അടുത്ത് വരും. പിന്നെ ബാക്കി സ്നോർക്കലിങ്ങും എല്ലാം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ 4 ഐറ്റംസ്, അതായത് ബനാന റൈഡ്, സ്നോർക്കലിംഗ്, പിന്നെ പാരാഗ്ലൈഡിങ്, പിന്നെ വേറെ ഏതൊരു ജെറ്റ് സ്കീയും കൂടെ എടുക്കുകയാണെങ്കിൽ 4 റൈഡും കൂടിയിട്ട് 2000 തായ് ബാത്താണ് വരുന്നത്. അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു 5000 സംതിങ് ആണ് വരിക ഓഫറിൽ. പക്ഷെ നമ്മളാകെ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അവൾ പോയി വന്നപ്പോഴത്തേക്ക് അവൾ ശരിക്കും ഹാപ്പി ആയിരുന്നു. ശരിക്കും ഇനിയും വേണം ഞാൻ പോകുന്നുള്ളൊരു ബോൾഡ്നെസ് അവൾക്ക് കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു പ്രായത്തിൽ അവളത് ചെയ്തതിൽ ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് കുറച്ച് ഹൈറ്റിൻ്റെ ഒരു ഫിയർ ഉണ്ട്, പക്ഷേ അമ്മയ്ക്ക് അതൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. അമ്മയും പോയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും പാരാഗ്ലൈഡിങ് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിവേസ് അതും കൂടെ കഴിഞ്ഞു. ഞാനിങ്ങനെ ബാഗൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എല്ലാവരും പോയി, ചേച്ചിയും പോയി, മോനും പോയി, അങ്ങനെ എല്ലാവരും കൂടെ പാരാഗ്ലൈഡിങ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നമുക്കിനി തിരിച്ച് കോറൽ ഐലൻഡിലേക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത സ്പീഡ് ബോട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കോറൽ ഐലൻഡിലേക്ക് പോവാണ്. ഒട്ടുക്കത്തെ സ്പീഡായിരുന്നു, നല്ല കിഡിലെ റൈഡായിരുന്നു. സ്പീഡ് കൊണ്ട് നമ്മളെ ഫോണൊക്കെ ട്രൈപോഡിൽ നിന്ന് ബെൻഡായി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ക്യാപ്പൊക്കെ പറന്നു പോകുന്നുണ്ടായിരുന്നു. അത്രയും സ്പീഡായിരുന്നു. എല്ലാവരും പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, കാരണം പിടിച്ചിട്ടില്ലെങ്കിൽ നേരത്തെ നിലത്ത് വീഴുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും നല്ല അടിപൊളി റൈഡായിരുന്നു. പിന്നെ സീ സിക്നെസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇതൊക്കെ നമുക്ക് പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അതൊക്കെ നാട്ടിൽ നിന്ന് തന്നെ അവർ പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക, കയറുക, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതേപോലത്തെ ആക്ടിവിറ്റീസിന് മാത്രമാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ കോറൽ ഐലൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2-3 രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് ഇതേപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ബീച്ചിലിരുന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് എന്തെങ്കിലും ഡ്രിങ്ക്സൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ഇരുന്ന്
എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ ഓരോരുത്തർ സ്റ്റൈലിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിൽ ബീച്ചിൽ കളിക്കാൻ പറ്റും. ആക്ച്വലി നമ്മൾ വരികയാണെങ്കിൽ ഒരു വൈകുന്നേരം വരെ അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം വരുന്നത്. നമുക്കൊരു ഹാഫ് ഡേ മാത്രമേ അവിടെ അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടെ നേരം അവിടെ ഇരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി സ്പീക്കിംഗ് ഒരു ഗോവ ഒക്കെ പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, അവിടെ വേണമെങ്കിൽ പോയിരുന്ന് ഫുഡൊക്കെ കഴിക്കാം. ബാക്കി എന്തെങ്കിലും പല വ്യത്യസ്തമായിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളവിടെ നിന്ന് ഒരുപാടൊന്നും കഴിച്ചിട്ടില്ല, കുറച്ച് ഐറ്റംസ് മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്ക് ലഞ്ച് അവർ തന്നെ വേറെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് ഒരു ഇളനീര് കുടിച്ചു. തായ്ലാൻഡിലെ ഇളനീര് ഭയങ്കര സ്പെഷ്യലാണെന്ന് പറയുന്നതൊക്കെ. ഇതേപോലെ ഗ്രില്ല് ചെയ്തിട്ട് പല സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. ഇത് ചിക്കനാണെന്നാണ് അവർ പറയുന്നത്, പക്ഷേ എനിക്കിത് കണ്ടിട്ട് ചിക്കൻ്റെ ഒരു ഭാഗം പോലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് വാങ്ങാൻ നിന്നിട്ടില്ല. ഏതോ ഒരു കിളിയോ അങ്ങനെ എന്തിനെയോ ഒന്ന് വെട്ടിയിട്ട പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാം അവർ മീറ്റ് എന്നാണ് പറയുക, മീറ്റ് ചിക്കൻ അങ്ങനെയൊക്കെ പറയുക. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് ചിക്കനാണെന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഇളനീരൊക്കെ കുടിച്ച് നല്ല അടിപൊളി ഇളനീരായിരുന്നു. ഭയങ്കര വലുതായിരുന്നു, ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേപോലെ ഒരുപാട് വെറൈറ്റി ഓഫ് ന്യൂഡിൽസൊക്കെ ഉണ്ടായിരുന്നു അവിടെ കഴിക്കണമെങ്കിൽ. തായ്ലാൻഡിൽ പോയി കഴിഞ്ഞാൽ ഇളനീര് കുടിക്കാണ്ട് എന്തായാലും വരാൻ പാടില്ല. കാരണം നമ്മളെ നാട്ടിലത്തെ ഇളനീര് പോലെയല്ല, അവിടുത്തെ ടേസ്റ്റും ഒരു വ്യത്യാസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മധുരവും എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് അതിനുണ്ടായിരുന്നു, ഒരു കൊഴുപ്പോ എന്തൊക്കെയോ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. സോ തായ്ലാൻഡിൽ പോവുകയാണെങ്കിൽ ഇളനീര് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അവിടുന്ന് നമ്മൾ തായ്ലാൻഡ് സ്പെഷ്യൽ മാംഗോ വാങ്ങിച്ചു. മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് ഇന്നലെ കഴിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ന് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. മാംഗോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല എന്താ പറയുക, നല്ല തിക്കായിട്ടുള്ള മാംഗോ ആണ്, നല്ല റിച്ച് ഫ്ലേവറും ആണ്. തായ്ലാൻഡ് മാംഗോസ് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് അത് കഴിച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര റിഫ്രഷിങ്ങും ആണ്, ചൂടിനൊക്കെ നല്ലതായിരുന്നു. ബീച്ചിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോർമൽ കോഴ്സ് പോലത്തെ മെനു ഇതേപോലെ പുറത്തിങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കാം, അവിടെ കയറി ഇരുന്നിട്ടും കഴിക്കാം. പല വെറൈറ്റി സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ട് തന്നെ ആർക്കും വിശക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഒരു സ്ഥലത്ത് കയറിയിട്ട് ക്രാബ് ഫ്രൈഡ് റൈസ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അത് മേക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാനവിടെ പോയിട്ട് പറഞ്ഞു എനിക്ക് ഓയിസ്റ്റർ സോസ് വേണ്ട, ആഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ആ ഒരു ഫ്ലേവർ ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അവിടെ പോയിട്ട്. അതാണ് സ്പെഷ്യലെങ്കിലും അത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കെന്തോ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പം അതൊന്നും ഇടാതെ നല്ല കിഡിലം ക്രാബ് ഫ്രൈഡ് റൈസ് ആയിരുന്നു. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുവരെ കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അങ്ങനെ നമ്മൾ കോറൽ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കൊരു ഹാഫ് ഡേ മാത്രമേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ. അത് കുറച്ച് കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ടൈമിൽ ഞാൻ ഫ്രൈഡ് റൈസ് കഴിക്കാൻ പോയ ടൈമിൽ യാപ്പും മേഘലവനും കുറച്ച് നേരം ബീച്ചിൽ കളിച്ചു. അവർ ബനാന റൈഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ബോളിവുഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അതും ഈ സ്പീഡ് ബോട്ടിൽ പോയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. എല്ലാവരും ബീച്ചിൽ കളിച്ച് ആകെ ടയർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ യാപ്പൂന് ആ ബീച്ചിൽ കളിക്കാൻ വേണ്ടി ഇട്ട ഡ്രസ്സ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു ദേഷ്യപ്പെട്ട് ഇരിക്കുന്നത്. അപ്പം അതൊക്കെ ഞാൻ അഴിച്ച് മാറ്റി നമ്മൾ വരുമ്പോൾ ഇട്ടിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ബുദ്ധ ടെമ്പിളിലൊക്കെ പോകേണ്ടതുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഈ സ്പീഡ് ബോട്ട് അങ്ങനെ ഇങ്ങോട്ട് വരുന്നതിനെക്കാട്ടിലും ഭയങ്കര സ്പീഡിലായിരുന്നു തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. 2 ബോട്ടൊക്കെ ആയിട്ട് ഭയങ്കര മത്സരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പേടിയായിട്ട് അപ്പോൾ കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അത്രയും സ്പീഡ് ഉണ്ടായിരുന്നു. Nice talent.
അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബോളിവുഡ് റെസ്റ്റോറൻറ്റ് ആണ്. ഹോളിവുഡ് റെസ്റ്റോറൻറ്റും ഉണ്ട് ബോളിവുഡും ഉണ്ട്. സോ നമുക്ക് ബോളിവുഡാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഒരു ഇന്ത്യൻ കൈൻഡ് ഓഫ് ഫുഡായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഒരു നോർമൽ ഒരു ബഫേ ആയിരുന്നു. ഒരു വെജ് ഉണ്ടായിരുന്നു, വെജ് കറീസ് ഉണ്ടായിരുന്നു, ചന മസാല ഉണ്ടായിരുന്നു, പിന്നെ റൈസ് ഐറ്റംസ് വൈറ്റ് റൈസ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഹന്തി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ബഫറ്റ് ഒന്നും ആയിരുന്നില്ല. ബട്ട് ഇറ്റ് വാസ് ഓക്കെ. ലൈക്ക് ഭയങ്കര ബോറായിരുന്നില്ല, കഴിക്കാം, അത്രയേ ഉള്ളൂ. അത്ര അടിപൊളി എന്നൊന്നും പറയാനില്ല. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും നമ്മളെ കൈൻഡ് ഓഫ് റൈസ് ഒന്നും അല്ല, ഒരുപാട് സ്റ്റിക്കി ആയിട്ടുള്ള റൈസാണ്. പിന്നെ ചിക്കൻ കറി വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ചപ്പാത്തിയോ റൊട്ടിയോ എന്തോ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു, കഴിക്കാം, വിശപ്പിന് കഴിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. റൊട്ടിയൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും ചിക്കൻ കറിയും അഡ്ജസ്റ്റബിൾ ആയിരുന്നു. അപ്പോൾ അതും കുറച്ച് സാലഡ്സും ഒക്കെ കഴിച്ച് ഡെസേർട്ടിനായിട്ട് ഹൽവ ഉണ്ടായിരുന്നു, അല്ല കേസരി ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് എന്തായാലും. ഫുഡൊക്കെ കഴിച്ച് കോറൽ ഐലൻഡിലത്തെ വിശേഷങ്ങൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. അതും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇതിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിന് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ആ വീഡിയോ മിസ്സാക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.